കലാമത്സരത്തിന് വെജിറ്റേറിയനും കായിക മത്സരത്തിന് നോൺ വെജിറ്റേറിയൻ. ഭക്ഷ്യമന്ത്രി കൂടി നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിയാണ്. സ്പെഷ്യൽ ഉണ്ടാകുമല്ലോ, അത് പാചകക്കാരൻ്റെ ഒരു കരവിരുതാണ്. അദ്ദേഹം അതിനനുസരിച്ച് കഴിഞ്ഞ 25 വർഷക്കാലത്തെ അനുഭവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രുചികരമായിട്ടുള്ള പുതിയ ഇനങ്ങൾ ഉണ്ടാകും. രാവിലെ തന്നെ പറഞ്ഞു, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കലോത്സവത്തിന്റെ ഒരുക്കമൊക്കെ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ, എല്ലാം സെറ്റാണ്. കലോത്സവം അതിഗംഭീരമാക്കാൻ നഗരം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നഗരത്തിലെ ജനങ്ങളുടെ നല്ല സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പൊതുവിൽ സംഘാടക സമിതിയിലെ 19 കമ്മിറ്റിയും അക്ഷരാർത്ഥത്തിൽ ഓരോ കമ്മിറ്റിയും മികവാർന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു 13 ജില്ലക്കാർ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഒരു ടീം എത്തിക്കഴിഞ്ഞു. അപ്പോൾ സംഘങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല സ്വീകരണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല താമസം, ഏറ്റവും നല്ല ഭക്ഷണം, അങ്ങനെ സമ്പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് മിനിസ്റ്റർക്ക് ഇവിടുത്തെ ഒരു വിലയിരുത്തലിന് ശേഷം തോന്നുന്നത്? കുറ്റമറ്റ സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ തകർക്കും. അല്ല, ഏറ്റവും ഗംഭീരമാകണമെന്നാണല്ലോ നമ്മുടെ കാര്യമുള്ളത്. ഇത് മത്സരത്തിൽ നിന്ന് മാറി ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറണം. ആ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ആ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കണം. നമ്മുടെ രാജ്യത്തോ ലോകത്തോ ഉണ്ടായിട്ടുള്ള കലാകാരന്മാരാരും തന്നെ മത്സരിച്ച് വന്നവരല്ല, അവരുടെ കഴിവ് പ്രകടിപ്പിച്ച് വന്നവരാണ്. ഒരാളിനെ പരാജയപ്പെടുത്തണമെന്ന് വാശിയിൽ നീങ്ങിയവരല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തയിലേക്ക് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും ഗംഭീരമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലും അതുപോലെ തന്നെ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയുമാണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ തിരുവനന്തപുരം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രിമാരുടെയൊക്കെ നേരിട്ടുള്ള സംഘാടനമാണ്. അവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെയാണ് കലോത്സവം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പം മന്ത്രിമാർ മാത്രമല്ല, മറ്റ് ജനപ്രതിനിധികളും ഈ നാടൊന്നിച്ചൊരുമിച്ച് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം ആകെ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ടാ മതി, ഇത്രേ ഉള്ളൂ അല്ലെ, ഇനി കണ്ടാ മതി.